വൈവിധ്യങ്ങളുടെ ഇന്ത്യയെ പരസ്പരം കോർത്തിണക്കുന്നതിൽ തപാൽ വകുപ്പ് വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് കവി റഫീഖ് അഹമ്മദ്. അഖിലേന്ത്യാ തപാൽ കലാമേള കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഖിലേന്ത്യാ തപാൽ കലാമേളയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കലാമേള ഉദ്ഘാടനം ചെയ്തു. കത്തുകൾക്കുള്ള മാനവികത ഇമെയിലുകൾക്കില്ലെന്ന് റഫീഖ് അഹമ്മദ് പറഞ്ഞു. എഴുത്തിൽ വ്യക്തിയുടെ സ്പർശമുണ്ട്, അച്ചടി ഇമെയിലുകൾക്ക് അതില്ല. എഴുതുന്നവനും എഴുത്ത് കാത്തു നിൽക്കുന്നവനും തമ്മിലുള്ള ഹൃദയബന്ധവും കാത്തിരിപ്പിന്റെ സുഖവും എഴുത്ത് കിട്ടുമ്പോഴുള്ള സന്തോഷവും വേറെ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഴയകാലത്ത് ഗ്രാമങ്ങളുടെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞിരുന്നു പോസ്റ്റ് ഓഫീസുകൾ. പോസ്റ്റ് മാസ്റ്ററുടെ മകനായി ജനിച്ച തനിക്ക് കുട്ടിക്കാലത്തെ പോസ്റ്റ് ഓഫീസും അവിടുത്തെ അരക്കിന്റെയും പശയുടെയും ഗന്ധവും മായാത്ത ഓർമ്മകളാണെന്നും റഫീഖ് അഹമ്മദ് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം നിരവധി എഴുത്തൂത്തുകൾ നടത്തിയിട്ട് ഒരു പോസ്റ്റ് ഓഫീസോട് അനുവദിച്ച് കിട്ടി. അങ്ങനെ ഒരു ചെറിയ ഒരു വാടക കെട്ടിടത്തിൽ പോസ്റ്റ് ഓഫീസ് അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അവിടെയൊക്കെ പോയിരിക്കാറുണ്ട്. ആ പോസ്റ്റ് ഓഫീസിലെ പല ഉപകരണങ്ങളും അരക്കിൻ്റെ മണവും. ചടങ്ങിൽ ഉത്തരമേഖലാ പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. മധ്യമേഖലാ പോസ്റ്റൽ ഡയറക്ടർ NR ഗിരി, പോസ്റ്റൽ അക്കൗണ്ട്സ് ഡയറക്ടർ സംഗീത് കുമാർ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര നിരീക്ഷകരായ സൗഗത് ഡേ, ടെക്നിക്കൽ ഡെലിഗേറ്റ്സായ അമോൽ ദാത്തെ, അരുൺ മോഹൻ ഡാങ്ഡർ എന്നിവരും സന്നിഹിതരായിരുന്നു. പരിപാടിയിൽ തപാൽ ജീവനക്കാരായ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും തോൽപ്പാവക്കൂത്ത് കലാകാരനുമായ K വിശ്വനാഥ പുലവർ, മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ രോഹിത് MG കൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. സാഹിത്യ നഗരി പദവി നേടിയ കോഴിക്കോടിനോടുള്ള ആദരസൂചകമായി തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്പെഷ്യൽ പോസ്റ്റൽ കവർ ഉത്തരമേഖലാ പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റഷീദ് റഫീഖ് അഹമ്മദിന് നൽകി പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1000 കോടിയിലധികം രൂപയുടെ വികസന